വെൽക്കം ഓൾ ടു സുനൂസ് ബയോസ് വീഡിയോ. പാക്കേജിംഗ് ഓഫ് DNA അല്ലെങ്കിൽ DNA ഇഴകളുടെ ക്രമീകരണം, ന്യൂക്ലിയോയിഡുകൾ, ന്യൂക്ലിയോസോംസ് എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. ആദ്യം നമുക്ക് DNAയുടെ നീളം കണക്കാക്കാൻ നോക്കാം. ഒരു കോശത്തിലെ DNAയുടെ നീളം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയറും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. ഒരു മാമേലിയൻ സെല്ലിൽ DNAയിൽ കാണുന്ന ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ ഈസ് 6.6 × 10⁹ ബേസ് പെയർ ആണ്. തൊട്ടടുത്ത 2 ബേസ് പെയറുകൾ തമ്മിലുള്ള അകലം 0.34 നാനോമീറ്റർ ആണെന്ന് നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. അതായത് 0.34 × 10⁻⁹ മീറ്റർ. മീറ്ററിലാക്കുമ്പോൾ അങ്ങനെയാണ് എഴുതുക. ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയറും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയറും അറിയാമെങ്കിൽ പിന്നെ എളുപ്പമല്ലേ, ലെങ്ത് ഓഫ് DNA കണക്ക് കൂട്ടാം. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6.6 × 10⁻⁹ ഇൻറ്റു 0.34 × 10⁻⁻⁹ അതായത് 2.2 മീറ്റർ. ഒരു ന്യൂക്ലിയസിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ DNAയുടെ നീളം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് പാക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് ന്യൂക്ലിയസിനകത്ത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈക്കോളൈ ബാക്ടീരിയയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എഷറിഷ്യ കോളൈ. ലെങ്ത് ഓഫ് ഈക്കോളൈ DNA 1.36 മില്ലിമീറ്റർ ആണ്. എങ്കിൽ നമ്പർ ഓഫ് ബേസ് പെയേഴ്സ് എത്ര എന്നൊന്ന് കണക്കൂട്ടി നോക്കൂ. ആദ്യം മില്ലിമീറ്ററിനെ മീറ്റർ ആക്കുക. സോ ലെങ്ത് ഓഫ് ഈക്കോളൈ DNA ഈക്വൽ ടു 1.36 × 10⁻³ മീറ്റർ. അതിനുശേഷം നമുക്കറിയാവുന്നൊരു വസ്തുതയാണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയേഴ്സ് ഈക്വൽ ടു 0.34 നാനോമീറ്റർ. അത് മീറ്ററിലാക്കുമ്പോൾ 0.34 × 10⁻⁹ മീറ്റർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയേഴ്സ് ഇൻ ഈക്കോളൈ ഈക്വൽ ടു ലെങ്ത് ഓഫ് DNA ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബേസ് പെയേഴ്സ്. അതായത് 1.36 × 10⁻³ മീറ്റർ ഡിവൈഡഡ് ബൈ 0.34 × 10⁻⁹ മീറ്റർ. അതായത് 4.6 × 10⁻⁶ ബേസ് പെയേഴ്സാണ് അവിടെ വരിക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് മില്ലിമീറ്ററിലായാലും നാനോമീറ്ററിലായാലും അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് കണക്ക് കൂട്ടുക. ഇനി നമുക്ക് എങ്ങനെയാണ് പാക്കേജിംഗ് ഓഫ് DNA പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ നടക്കുന്നതെന്ന് നോക്കാം. ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ ഇല്ല. അതുകൊണ്ട് DNA ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു റീജിയനിലാണ് കാണുന്നത്. നെഗറ്റീവ്ലി ചാർജ്ഡ് DNA ഈസ് കോയിൽഡ് വിത്ത് സം പോസിറ്റീവ്ലി ചാർജ്ഡ് നോൺ ഹിസ്റ്റോൺ ബേസിക് പ്രോട്ടീൻസ്. DNA in nucleoid is organized in large loops held by proteins. പ്രൊക്കാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് ഈക്കോളൈ പോലുള്ള ബാക്ടീരിയകൾ. ഇവയ്ക്ക് വ്യക്തമായ കോശമർമ്മമില്ല. എന്നാലും അവയിൽ DNA കോശദ്രവ്യത്തിനുള്ളിൽ ചിതറിക്കിടക്കുകയല്ല, മറിച്ച് ചില മാംസ്യ തന്മാത്രകളുമായി പ്രോട്ടീനുകളുമായി ചേർന്ന് കാണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നെഗറ്റീവ് ചാർജുള്ള DNA തന്മാത്ര പോസിറ്റീവ് ചാർജുള്ള മാംസ്യ തന്മാത്രയുമായി പ്രോട്ടീൻ തന്മാത്രയുമായി ചേർന്ന് കാണപ്പെടുന്ന ആ ഭാഗത്തെ അല്ലെങ്കിൽ ആ ഘടകത്തെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നു. ഈ ന്യൂക്ലിയോയിഡിൽ DNA ചില പ്രോട്ടീൻ കൊണ്ട് വലയ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കും. ഇനി യുക്കാരിയോട്ടിക് സെല്ലിൽ എങ്ങനെയാണ് DNA പാക്ക് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ക്രോമസോമിൽ 2 ഘടകങ്ങളാണുള്ളത്, DNAയും പ്രോട്ടീനും. പ്രോട്ടീനുകൾ 2 തരമുണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീനുകളും നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അല്ലെങ്കിൽ NHC എന്ന് പറയും. ഹിസ്റ്റോൺ പ്രോട്ടീനുകളുടെ പ്രത്യേകത, ദേ ആർ റിച്ച് ഇൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് അമിനോ ആസിഡ്സ് ലൈക്ക് ലൈസിൻ ആൻഡ് ആർജിനിൻ. ഒരു പ്രോട്ടീൻ്റെ ചാർജ് അവയിലെ അമിനോ ആസിഡിൻ്റെ ചാർജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിസ്റ്റോൺ പ്രോട്ടീൻ ബേസിക് പ്രോട്ടീനാണ്, കാരണം അത് പോസിറ്റീവ്ലി ചാർജ് അമിനോ ആസിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് 8 molecules of histones organized to form a unit called histone octamer. അതായത് ഹിസ്റ്റോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത് 8 ഹിസ്റ്റോൺ സഹതന്മാത്രകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഏകകങ്ങളായാണ്. ഇവയെ ഹിസ്റ്റോൺ അഷ്ടകങ്ങൾ എന്ന് വിളിക്കുന്നു.
The negatively charged DNA is wrapped around the positively charged histone octamer to form a structure called nucleosome. ന്യൂക്ലിയോസോമിൽ 200 ബേസ് പെയേഴ്സ് ആണുള്ളത്. നെഗറ്റീവ് ചാർജുള്ള DNA പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിനെ ചുറ്റി രൂപം കൊള്ളുന്ന ഘടനയെ ന്യൂക്ലിയോസോം എന്ന് പറയുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂക്ലിയസിനകത്താണ്. 200 ബേസ് ജോഡികൾ അടങ്ങിയതാണ് ഈ ന്യൂക്ലിയോസോം. ഇത്തരം ന്യൂക്ലിയോസോമുകളുടെ റിപ്പീറ്റഡ് യൂണിറ്റ്സിനെ ക്രോമാറ്റിൻ എന്ന് പറയുന്നു. ക്രോമാറ്റിൻ ഈസ് ത്രെഡ്-ലൈക്ക് സ്റ്റെയിൻഡ് ബോഡീസ് ഫൗണ്ട് ഇൻ ദ ന്യൂക്ലിയസ്. ചുരുക്കി പറഞ്ഞാൽ ക്രോമാറ്റിനിലെ ന്യൂക്ലിയോസോമുകളെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ അവ നൂലിൽ കോർത്ത മുത്തുകൾ പോലെ കാണപ്പെടുന്നു. അടുത്ത ഘട്ടത്തിൽ ന്യൂക്ലിയോസോംസ് ആൻഡ് ക്രോമാറ്റിൻ പാക്ക് ടു ഫോം ക്രോമാറ്റിൻ ഫൈബർ. ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആർ കോയിൽഡ് ആൻഡ് കണ്ടൻസ്ഡ് ടു ഫോം ക്രോമസോം ഡ്യൂരിങ് സെൽ ഡിവിഷൻ. കോശവിഭജനത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ക്രോമാറ്റിൻ ക്രോമസോമായി മാറുന്നതെന്നറിയാമോ? മെറ്റാഫേസ് സ്റ്റേജിൽ. ഈ ഘട്ടത്തിൽ ക്രോമാറ്റിൻ തന്തുക്കളെ ഇത്തരത്തിൽ ചേർത്ത് നിർത്തുന്നതിനായി മറ്റനവധി പ്രോട്ടീനുകൾ സഹായിക്കുന്നു. ഇവയെ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഇതര മാംസ്യങ്ങൾ എന്ന് വിളിക്കുന്നു. ഹയർ ലെവൽ ഓഫ് പാക്കേജിംഗ് ഓഫ് DNA ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. എങ്ങനെയാണ് ഒത്തിരി നീളമുള്ള DNA-യെ ഇത്തിരി ചെറിയ ന്യൂക്ലിയസിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. Certain regions of chromatin are loosely packed and they strain lighter than the other regions. These regions are called euchromatin. Euchromatin regions are transcriptionally more active, whereas certain regions of chromatins are tightly packed and they stain darker. These regions are called heterochromatin. Heterochromatin regions are transcriptionally inactive. ചില ക്രോമാറ്റിൻ തന്തുക്കൾ അയഞ്ഞ നിലയിലുള്ളവയും ചെറിയ അളവിൽ മാത്രം വർണ്ണം ആഗിരണം ചെയ്യുന്നവയുമാണ്. ഇവയെ യൂക്രോമാറ്റിൻ എന്ന് പറയുന്നു. യൂക്രോമാറ്റിനിൽ ട്രാൻസ്ക്രിപ്ഷൻ അഥവാ അനുലേഖനം വളരെ സജീവമാണ്. ചില ക്രോമാറ്റിൻ തന്തുക്കൾ തിങ്ങിയ നിലയിലുള്ളവയും കൂടുതൽ വർണ്ണവസ്തുക്കളെ ആഗിരണം ചെയ്യുന്നവയുമാണ്. ഇവയെ ഹെട്രോക്രോമാറ്റിൻ എന്ന് വിളിക്കുന്നു. ഹെട്രോക്രോമാറ്റിനുകളിൽ അനുലേഖനം അഥവാ ട്രാൻസ്ക്രിപ്ഷൻ നിർജീവമാണ്. ഒരു ടിപ്പിക്കൽ മാമേലിയൻ സെല്ലിൽ DNA-യിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോസോംസ് എത്രയായിരിക്കും? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. നമ്പർ ഓഫ് ബേസ് പെയേഴ്സ് ഇൻ ദ DNA. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. 6.6 × 10⁻⁹ ബേസ് പെയർ. മറ്റൊന്ന് നമ്പർ ഓഫ് ബേസ് പെയർ ഇൻ എ ന്യൂക്ലിയോസോം. അതും നിങ്ങൾക്കറിയാവുന്നതാണ്. 200 ബേസ് പെയേഴ്സാണ്. സോ നൗ യു ക്യാൻ കാൽക്കുലേറ്റ് 6.6 × 10⁻⁹ divided by 200 equal to 3.3 × 10⁻⁷. ഈസി അല്ലേ? ഈ വീഡിയോ നോക്കി താഴെ പറയുന്ന അസൈൻമെൻറ്റ് ഒന്ന് ചെയ്തു നോക്കൂ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ന്യൂക്ലിയോയിഡ് ആൻഡ് ന്യൂക്ലിയോസോം, യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ, ഹിസ്റ്റോൺ ആൻഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ്, ക്രോമാറ്റിൻ ആൻഡ് ക്രോമസോം, പ്രൊക്കാരിയോട്ട് ആൻഡ് യൂക്കാരിയോട്ട്. ഈ ഡിഫറൻസസ് എല്ലാം നോട്ട് ബുക്കിലേക്ക് എഴുതി വയ്ക്കൂ.